നിങ്ങളുടെ അടുക്കളയിലെ ഈ ചുവന്ന സിലിണ്ടർ വെറുമൊരു പാചക ഇന്ധനം മാത്രമല്ല, ലോകത്തിന്റെ ഒരു കോണിൽ നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് നിങ്ങളുടെ കീശ ചോർത്തുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് ഒരു ടൈം ബോംബാണോ? എല്ലാവർക്കും നമസ്കാരം, ദി അക്ബർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മുടെ ജീവനും ജീവിതത്തെയും ബാധിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളെ കുറിച്ചാണ്. ഇതിന്റെ വില വർധനവിന് പിന്നാലെ അന്താരാഷ്ട്ര രാഷ്ട്രീയവും ആരും പറഞ്ഞു തരാത്ത ചില സുരക്ഷാ രഹസ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്ന് അടുക്കളയിൽ പോയി ഒരു ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുമ്പോൾ ഒരു നീല ജ്വാല കത്തുന്നത് കാണാം. വളരെ നിസ്സാരമായി നമ്മൾ ഇതിനെ കാണുന്നു. പക്ഷേ ഈ ഒരു തീപ്പൊരിക്ക് പിന്നിൽ കടലിനക്കരെ നടക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ കഥയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എവിടെയോ മരുഭൂമിയിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ മിസൈലുകൾ അയക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂടുന്നത്? ഇതിന്റെ പിന്നിൽ ലോകത്തെ വിറപ്പിക്കുന്ന ഒരു ചക്രവ്യൂഹമുണ്ട്. അതാണ് ഹോർമുസ് കടലിടുക്ക്. ഭൂപടത്തിൽ നോക്കിയാൽ ഇറാനും ഒമാനും ഇടയിലുള്ള ഒരു ചെറിയ നീല വര പോലെ തോന്നും ഈ പാത. പക്ഷേ ലോകത്തിന്റെ ശ്വാസം ഈ വഴിയിലാണ്. നമ്മൾ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന പകുതിയിലധികം ഗ്യാസും വരുന്നത് സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെയാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കൂറ്റൻ കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഈ ഇടുങ്ങിയ വഴിയിലൂടെ തന്നെ വരണം. അപ്പോ അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇറാൻ ഒരു ഭീഷണി മുഴക്കുന്നു: ഞങ്ങൾ ഈ വഴി അടയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു വാക്കുമതി ലോകമാകെ വിറയ്ക്കാൻ. കാരണം ആ കപ്പൽ പാത ഒന്ന് തടസ്സപ്പെട്ടാൽ പിന്നെ ഗ്യാസ് കിട്ടാനില്ലാതെ അവസ്ഥ വരും. സാധനം കുറയുമ്പോൾ ഉള്ളതോ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കമ്പനികൾ നിർബന്ധിതരാകും. യുദ്ധം നടക്കുന്നത് അതിർത്തികളിലാണെങ്കിലും അതിന്റെ ആഘാതം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെയും ഗ്യാസിന്റെയും വില ഡോളറിലാണ് കണക്കാക്കുന്നത്. യുദ്ധം വരുമ്പോൾ ഡോളർ കരുത്തനാകുന്നു, നമ്മുടെ രൂപ പാവമായി മാറുന്നു. അതായത് പണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ രൂപ ഇന്ന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. യൂറോപ്പിലേക്കുള്ള പൈപ്പ് ലൈനുകൾ അടഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഗ്യാസിനായി നെട്ടോട്ടമോടിയത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ നിൽക്കുന്ന തിരക്ക് ആലോചിച്ച് നോക്കൂ. അപ്പോ സ്വാഭാവികമായി വില കൂടും. ആ തിരക്കിന്റെ യുദ്ധത്തിന്റെയും ബാക്കി മാത്രമാണ് മാസം തോറും നമ്മൾ കൊടുക്കുന്ന അധിക പണം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പുറത്തെ യുദ്ധങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വീടിനുള്ളിലെ യുദ്ധത്തെ കുറിച്ചാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അടുക്കളയിലിരിക്കുന്ന സിലിണ്ടർ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുമോ എന്ന്? ഇല്ലായിരിക്കും. പക്ഷേ ഓരോ സിലിണ്ടറിനും ഒരു ആയുസ് ഉണ്ട്. ആ ആയുസ് കഴിഞ്ഞ സിലിണ്ടറാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് ഒരു ടൈം ബോംബിന് മുകളിലാണെന്ന് പറയേണ്ടി വരും. സിലിണ്ടറിന്റെ മുകൾ ഭാഗത്തുള്ള ആ 3 ഇരുമ്പ് കമ്പികളിൽ ഒന്നിൽ ചില അക്കങ്ങളും അക്ഷരങ്ങളും കൊത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പലരും കരുതാറുള്ളത് ഇത് വെറും ഒരു സീരിയൽ നമ്പറോ കമ്പനിയുടെ അടയാളമോ ആണെന്നാണ്. എന്നാൽ അതല്ല സത്യം. അതാണ് ആ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ്, അതായത് കാലാവധി. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ABCD എന്നിങ്ങനെ 4 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. A എന്നാൽ വർഷത്തിന്റെ ആദ്യ 3 മാസം, ജനുവരി മുതൽ മാർച്ച് വരെ. B എന്നാൽ ഏപ്രിൽ മുതൽ ജൂൺ വരെ. C എന്നാൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. D എന്നാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. അതിനടുത്തുള്ള അക്കം വർഷത്തെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ സിലിണ്ടറിൽ A26 എന്നാണ് ഉള്ളതെങ്കിൽ 2026 മാർച്ചിൽ ആ സിലിണ്ടറിന്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് അർത്ഥം. കാലാവധി കഴിഞ്ഞ സിലിണ്ടറുകൾക്ക് ഗ്യാസിന്റെ മർദ്ദം താങ്ങാനുള്ള ശേഷി കുറവായിരിക്കും. ഒരു ചെറിയ ലീക്ക് പോലും വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാം. അതുകൊണ്ട് ഇനി സിലിണ്ടർ വാങ്ങുമ്പോൾ ആദ്യം ഈ കോഡ് നോക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു കാര്യം, ഗ്യാസ് ലീക്കായാൽ നമുക്ക് പെട്ടെന്ന് ഒരു മണം കിട്ടാറില്ലേ? നമ്മൾ വിചാരിക്കും അത് ഗ്യാസിന്റെ മണമാണെന്ന്. പക്ഷേ സത്യം എന്താണെന്നോ, പാചകവാതകത്തിന് അഥവാ LPGക്ക് സ്വന്തമായി ഒരു മണമോ നിറമോ ഇല്ല. ഗ്യാസ് ചോർന്നാൽ ആരും അറിയില്ല എന്നതുകൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി അതിൽ ബോധപൂർവം ചേർക്കുന്ന ഒരു രാസവസ്തുവാണ് ഇഥൈൽ മെർകാപ്റ്റൻ. ചീനമുട്ടയുടെയോ മറ്റോ മണമുള്ള ഈ കെമിക്കൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചോർച്ചയുണ്ടായാൽ നമ്മുടെ മൂക്ക് നമ്മളെ താക്കീത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രധാന ശീലമാണ് സിലിണ്ടറിലെ ഗ്യാസ് തീരുമ്പോൾ അത് ചെരിപ്പിച്ചു വെക്കുക എന്നത്. കുറച്ചു നേരം കൂടി ഗ്യാസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്രത്തോളം അപകടമാണെന്ന് നിങ്ങൾക്കറിയാമോ? സിലിണ്ടർ ചെരിപ്പിച്ചു വെക്കുമ്പോൾ ഉള്ളിലെ ലിക്വിഡ് രൂപത്തിലുള്ള ഗ്യാസ് നേരിട്ട് റെഗുലേറ്ററിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത് വലിയ തീപിടുത്തത്തിന് കാരണമാകും. വെറും 10-20 രൂപയുടെ ഗ്യാസിന് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തണോ എന്ന് നമ്മൾ ചിന്തിക്കണം.
അതേപോലെ തന്നെയാണ് രാത്രി റെഗുലേറ്റർ ഓഫ് ചെയ്യാത്ത ശീലവും. പലരും മടി കാരണം അത് ചെയ്യാറില്ല. പക്ഷേ രാത്രിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ലീക്ക് പോലും അടച്ചിട്ട വീടിനുള്ളിൽ ഗ്യാസ് നിറയാനും രാവിലെ ഒരു സ്വിച്ച് ഇടുമ്പോൾ വീട് തന്നെ തകരാനും കാരണമായേക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഗ്യാസ് സിലിണ്ടർ ഇറക്കി വെച്ച് ആ ഡെലിവറി ബോയ് പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ അടുക്കളയിലേക്ക് കയറ്റും. എന്നാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ഗ്യാസ് മാഫിയ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സിലിണ്ടറിൽ നിന്ന് വെറും 1 കിലോ ഗ്യാസ് അവർ മോഷ്ടിച്ചാൽ പോലും ലക്ഷക്കണക്കിന് സിലിണ്ടറുകൾ വിതരണം ചെയ്യുമ്പോൾ അവർ കൊയ്യുന്ന ലാഭം കോടികളാണ്. എങ്ങനെയാണ് ഇവർ ഇത് ചെയ്യുന്നത്? വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ സീൽ പൊട്ടിക്കാതെ തന്നെ പ്രത്യേക തരം കണക്ടറുകൾ ഉപയോഗിച്ച് ഒരു സിലിണ്ടറിൽ നിന്ന് മറ്റൊരു സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റുന്ന വിദ്യ ഇവർക്കുണ്ട്. നമ്മൾ വിചാരിക്കും സീൽ ഉണ്ടല്ലോ എന്ന്, പക്ഷേ പലപ്പോഴും അത് വ്യാജമായി നിർമ്മിച്ച സീലുകളായിരിക്കും. ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സിലിണ്ടറിൽ ഗ്യാസിന്റെ അളവ് കുറവാണെന്ന് തോന്നിയാൽ ഉടനെ ആ ഡെലിവറി ബോയോട് തൂക്കം നോക്കാൻ ആവശ്യപ്പെടണം. എല്ലാ ഡെലിവറി വാനുകളിലും ഒരു വെയിറ്റിംഗ് മെഷീൻ നിർബന്ധമാണ്. സിലിണ്ടറിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന നെറ്റ് വെയിറ്റ് കൃത്യമായി ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ സിലിണ്ടറിന്റെ എക്സ്പയർ ഡേറ്റ് പരിശോധിക്കേണ്ട കാര്യം നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുള്ളതാണല്ലോ. അത് മറക്കാതെ നോക്കി വേണം സിലിണ്ടർ സ്വീകരിക്കാൻ. ചെറിയൊരു വ്യത്യാസം പോലും നമ്മൾ അവഗണിക്കാൻ പാടില്ല, കാരണം അത് നമ്മുടെ സുരക്ഷയെയാണ് ബാധിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് വെറും ഒരു വിലക്കയറ്റത്തിന്റെ കഥയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയവും നമ്മുടെ വീട്ടിലെ സുരക്ഷയും തമ്മിലുള്ള വലിയൊരു ബന്ധമാണ്. നമ്മൾ അറിയാതെ പോകുന്ന ഓരോ കാര്യവും നമ്മളെ വലിയ അപകടങ്ങളിലേക്കോ നഷ്ടങ്ങളിലേക്കോ എത്തിക്കാം. അതുകൊണ്ട് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഷെയർ ചെയ്യുക. കാരണം ഈ കാലഘട്ടത്തിൽ അറിവാണ് ഏറ്റവും വലിയ സുരക്ഷ. നിങ്ങളുടെ വീട്ടിലെ സിലിണ്ടറിന്റെ എക്സ്പയർ ഡേറ്റ് എന്ന് തീരുമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ദി അക്ബർ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.